സാനിയ അയ്യപ്പൻ നിറഞ്ഞ കയ്യടിയോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം. നമസ്കാരം സാനിയ. താങ്ക് യു. നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരുപാട് സന്തോഷം. കാരണം ക്യൂൻ എന്ന സിനിമ ഞാൻ കണ്ടു. ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു, നല്ല ഉഗ്രം സിനിമയായിരുന്നു. അതിന്റെ ഡയറക്ടറെ ഞാൻ വിളിച്ചു. ഒരുപാട് സന്തോഷം. പ്രേതം 2 ഞാൻ കണ്ടു. അടിപൊളിയായിരുന്നു. സ്പെഷ്യലി ആ റോപ്പിൽ തൂങ്ങിയിട്ടുള്ള ഡാൻസ് സൂപ്പർ. പിന്നെ ഡാൻസ് സാരിയുടെ ഏരിയ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, എങ്കിലും സൂപ്പറായിരുന്നു. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ആവേശത്തോടുകൂടി ജനം ഇങ്ങനെ കാത്തിരുന്ന ഒരു സിനിമ റിലീസായി. അതും പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനായി, മഞ്ജു വാര്യർ നായികയായി, ടൊവിനോ തോമസ്, വിവേക് ഒബ്രോയ് എന്നീ നീണ്ട താരനിര തന്നെ ഉള്ള ഒരു സിനിമയായിരുന്നു. അതിപ്പോൾ ഇരു കൈ നീട്ടി ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. ലൂസിഫറിൽ ഒരു അതിഗംഭീര വേഷമാണ് മഞ്ജു വാര്യരുടെ മകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഉഗ്രൻ റിസൾട്ടാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ എന്നെ പോലത്തെ ഒരു ന്യൂ കമ്മറിന് ലൂസിഫർ എന്നൊരു സിനിമ ഒരിക്കലും ചിന്തിക്കാൻ കൂടെ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ദിവസം രാജുവേട്ടൻ എന്നെ വിളിക്കുന്നു, മീറ്റ് ചെയ്യണം എന്ന് പറയുന്നു. അങ്ങനെ എനിക്ക് ഇതിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ മഞ്ജുച്ചിയുടെ മോളായിട്ടാണ്. അപ്പോൾ ഈ ക്യാരക്ടർ പറഞ്ഞപ്പോൾ ഞാൻ ക്വീനിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ലൂസിഫറിൽ ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ക്വീൻ ഇറങ്ങിയപ്പോൾ എനിക്ക് കുറേ ട്രോളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്ത സിനിമയ്ക്ക് എനിക്ക് ഇത്ര അധികം നല്ല റിവ്യൂസ് കിട്ടുന്നത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ 2019 വർഷത്തിൽ സാനിയയ്ക്ക് 3 കോൾ വരികയാണ്. 3 പേരാണ് വിളിക്കുന്നത്. ഒന്ന് പൃഥ്വിരാജ്, നിവിൻ പോളി, നമ്മുടെ സ്വന്തം DQ. ഈ 3 പേരുടെ നായികയാകാൻ വേണ്ടിയിട്ടാണ്. ഏത് സെലക്ട് ചെയ്യും ഒരേ ഡേറ്റ് ആണെങ്കിൽ? സത്യം പറയണമല്ലോ. സത്യം പറയണമെങ്കിൽ എന്ത് ഉൾക്കാരനോട് രാജേട്ടൻ മനസ്സിലാക്കിക്കോളും. രാജേട്ടൻ മനസ്സിലാക്കും. നിവിനെ പിന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇല്ല, അതുകൊണ്ട് ഞാൻ അഭിനയിക്കുന്ന ഫാനാണ്. വലിയ